സർവ മഹാത്മാക്കളെയും ചോദ്യം ചെയ്യാനും തരം താഴ്ത്താനും ഒരുമ്പെട്ടവർ ഒടുവിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ പടച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി. അതല്ല, നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അവന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അതാര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കാരണം മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. മനുഷ്യൻ നിലക്ക് ചെയ്തതാണെങ്കിൽ മനുഷ്യൻ നിലക്ക് നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാകും. വേറെ മൗലവിമാരെ, നിങ്ങൾ ധിക്കാരത്തിന്റെ ആൾരൂപങ്ങളാണ്, കാപട്യത്തിന്റെ ആൾരൂപങ്ങളാണ്. വിശ്വാസിയായ ആണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇതാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു തആല ഒരു തീരുമാനം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നവൻ മാപ്പിളയല്ല, അത് ചോദ്യം ചെയ്യുന്നവൻ മുഅ്മിനല്ല, അത് ചോദ്യം ചെയ്യുന്നവൻ മുനാഫിഖാണ്, അത് ചോദ്യം ചെയ്യുന്നവൻ മുസ്ലിമിന്റെ പുറത്താണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ശരിയല്ലെന്ന് പറഞ്ഞു ആ നിലപാടിനെതിരെ പറഞ്ഞ ധിക്കാരിയുണ്ടല്ലോ, അവൻ വ്യക്തമായ വഴികേടിലാണ്.